കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടൻ ദിലീപ് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയുടെ പേര് കിങ് ലയർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നുണകളുടെ രാജാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നുണയൻ എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അതൊക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് കൂടി ഒരിക്കൽ എത്തിച്ചേരുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ആരാണ് ഏറ്റവും വലിയ നുണയൻ എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നേരത്തെ നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം വി ഡി സതീശനെ കുറിച്ച് നുണേശൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ചില ഫേസ്ബുക്ക് പേജുകൾ തുടങ്ങുകയും പിന്നീട് അത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കുകയും പിന്നീട് പുതിയ പേജുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വി ഡി സതീശനൊക്കെ തന്നെ പറഞ്ഞേക്കണത് നുണറായി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കാനുള്ളൊരു ശ്രമവും ഒക്കെ തന്നെ UDF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് വിശകലനം ചെയ്യുകയാണ്, എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തിയത്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാൽ എനിക്കങ്ങനെ നുണേശൻ എന്നൊന്നും വിളിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. കാരണം പ്രതിപക്ഷത്തുള്ളതിൽ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യുകയും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് പതിവായി അദ്ദേഹം ചെയ്യുന്നൊരു അബദ്ധമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തരമായി നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നുണ എന്ന് വിളിച്ചാൽ എന്തെങ്കിലും മോശമാണെങ്കിൽ അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പോളിഷ്ഡായിട്ട് പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു പ്രശ്നമുണ്ടായത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അത് പത്രസമ്മേളനത്തിൽ വെച്ച് തന്നെയാണ്. അതായത് ഞാൻ ആദ്യം സംസാരിക്കാം, ഞാനല്ലേ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ, അന്നത്തെ KPCC പ്രസിഡന്റ്, ഞാൻ ആദ്യം സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ കിടന്ന് അഹോരാത്ര പണിയെടുക്കുകയും വിറപ്പൊഴുക്കുകയും ചെയ്തത് സതീശനാണ്. സതീശൻ അതിൽ പറയേണ്ട കൃത്യമായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. കാരണം 37,000-ഓളം വരുന്ന വോട്ടുകൾ നേടി ജയിച്ച അതിഗംഭീരമായിട്ടുള്ള 61% വോട്ട് നേടി കോൺഗ്രസ് ജയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിൽ വലിയ പ്രത്യേകത കൂടിയുണ്ട്. കാരണം അവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെ ഒന്നും വലിയ പിന്തുണയില്ല, ഇല്ലാതെ തന്നെ വലിയ വോട്ട് നേടി ജയിച്ചതാണ്. പക്ഷെ അതിൻ്റെ ശോഭ മുഴുവൻ കെടുത്തിക്കളയുന്ന രീതിയിലാണ് ഈ പറയുന്ന ഒരു പത്രസമ്മേളനം നടന്നത്. സുധാകരൻ വന്നിരിക്കുകയും ഞാൻ ആദ്യം പറയും, ഞാൻ തുടങ്ങി വെക്കാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ ലാസ്റ്റ് രണ്ടുപേരും കൂടി തർക്കിക്കുകയും ഞാൻ ആദ്യം എന്ന് പറഞ്ഞ് തർക്കിക്കുകയും ഏറ്റവും ഒടുവിൽ വി ഡി സതീശൻ ദേഷ്യം വന്ന് മൈക്കൊക്കെ കൂടി തള്ളി ആ സൈഡിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. ആ രംഗം നമ്മൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ തുടങ്ങാം, അത് കഴിഞ്ഞ് എന്ത് ചെയ്തോളൂ, സതീശൻ പറഞ്ഞോളൂ എന്നുള്ളതാണ്. പക്ഷേ സതീശൻ അതിൻ്റെ പക വീട്ടിയിരുന്നു. പക വീട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീശൻ പറഞ്ഞു, ഇനി ഞാൻ സംസാരിക്കുന്നില്ല, താങ്കൾ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ പുള്ളിയാണ് പറഞ്ഞത്. അപ്പോഴാണ് ANIയുടെ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഏതോ ഒരു ഇംഗ്ലീഷ് ലേഖ, ഇന്ത്യ ടുഡേയുടെ ആണെന്ന് അറിയില്ല, ഇംഗ്ലീഷ് ലേഖ കൂടി ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലൊരു ചോദ്യം വന്നു. അപ്പോൾ സുധാകരൻ എന്ത് പറയുമെന്ന് സംശയിച്ച് നിന്നപ്പോഴേക്കും വി ഡി സതീശൻ നോക്കി. അപ്പോൾ സതീശൻ താങ്കൾ തന്നെ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തതല്ലേ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞൊരു ചെറിയ പണി കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സംഭവിച്ചു, നാട്ടുകാർ മുഴുവൻ കണ്ടു, എല്ലാവരും ഇതൊക്കെ ഓഡിയോയിലൂടെ കേട്ടു. ഇതിനെല്ലാത്തിനും ശേഷം യഥാർത്ഥത്തിൽ വി ഡി സതീശൻ വന്നൊരു ന്യായീകരണം നടത്തി. ആ ന്യായീകരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ തെറ്റിപ്പോകുന്ന ഒരു ന്യായീകരണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പച്ചയെ കണ്ടൊരു വിഷയങ്ങളെ കുറിച്ച് വി ഡി സതീശൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്നോട് ആദ്യം സംസാരിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു KPCC പ്രസിഡന്റ് ആദ്യം സംസാരിക്കൂ എന്നാണ് പറയണത്, അതുകൊണ്ട് നിങ്ങളല്ലേ ആദ്യം സംസാരിക്കേണ്ടത്, കാരണം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒന്നാമൻ താങ്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് നീക്കുവെക്കുകയാണ് ചെയ്തതെന്നാണ്. ഈ ന്യായീകരണത്തിനൊന്നും ആവശ്യമില്ല. കണ്ടത് എന്താണെന്ന് ജനത്തിനും അറിയാം, കേട്ടത് എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്തിനാണെങ്കിലും ഇദ്ദേഹം നുണ പറയുന്നത് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ അന്ന് തന്നെ വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഒന്നൊന്നര ന്യായീകരണം, നമ്മളിലെ ഈ പറയുന്ന മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഒരു ചോദ്യമുണ്ട് എന്ന്, ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് 5 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മോഹൻലാൽ പറയുന്നുണ്ട് ഒരു ഒന്നൊന്നര ചോദ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പുള്ളിയുടെ ഒരു ഒന്നൊന്നര ന്യായീകരണം ഞാൻ പിന്നീട് കേൾക്കുന്നത് ഈ പറയുന്ന സുധാകരൻ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു യാത്ര നടത്തിയിരുന്നു. ആ രണ്ടുപേരും കൂടി യാത്ര നടത്തി എന്ന് പറഞ്ഞപ്പോഴേക്കും ആ യാത്ര ആലപ്പുഴയിലെത്തിയപ്പോഴേക്കും ഈ പത്രസമ്മേളനം വിളിക്കാൻ വേണ്ടി ഇരുന്നു. പത്രക്കാരെല്ലാവരും വന്നിരുന്നു. പത്രസമ്മേളനത്തിലേക്ക് സുധാകരൻ വന്നിരുന്നു. നോക്കുമ്പോൾ വി ഡി സതീശൻ എത്തിയിട്ടില്ല. അപ്പോൾ വി ഡി സതീശനോട് വളരെ സ്നേഹപൂർവ്വം സുധാകരൻ ചോദിച്ചത് ഈ മായി എവിടെ പോയി കിടക്കുകയാണെന്നാണ്.
അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, വാക്ക് എന്താണെന്ന് ഇപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എവിടെ പോയി കിടക്കുകയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ തൊട്ടടുത്തിരുന്ന ബാബു പ്രസാദ് പറയുന്നുണ്ട്, DC പ്രസിഡന്റ്, അദ്ദേഹം ചെസ്സ് കളി ഉദ്ഘാടനം ചെയ്യാൻ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെസ്സ് കളി ഇവരെല്ലാവരും വിളിച്ചിരുത്തിയിട്ടാണ് ഈ പണി കാണിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും ഷാനിമോൾ ഉസ്മാൻ ഇടപെടുകയും ഷാനിമോൾ ഉസ്മാൻ കൂടുതലൊന്നും പറയല്ലേ, കാരണം മാധ്യമങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ അദ്ദേഹം അവിടെ വെച്ച് തൽക്കാലം അതെല്ലാം കടിച്ചമർത്തി. ആ കടിച്ചമർത്തിയൊന്നും കുഴപ്പമില്ല, പറഞ്ഞ തെറി എന്താണെന്നൊക്കെ എല്ലാവരും കേട്ടു. ആ കേട്ട് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ VD സതീശൻ വന്നിട്ട് അതിൻ്റെ ഒരു ന്യായീകരിക്കുന്ന രംഗമുണ്ടായിരുന്നു. അത് ന്യായീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ തമ്മിൽ, നിങ്ങളൊക്കെ തമ്മിൽ വിളിക്കുന്നതല്ലേ, അതുപോലെ സ്നേഹത്തോടുകൂടി KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ്, നിങ്ങളൊന്ന് മനസ്സിലാക്കണോടാ, KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് തമ്മിൽ അതുപോലെ വിളിച്ചതാണ്, അതൊരു മാധ്യമങ്ങളിലേക്ക് മുമ്പിൽ വെച്ച് വിളിച്ചതാണ് എന്ന് പറയുന്ന ഒരു ന്യായീകരണമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ന്യായീകരിച്ച് തേഞ്ഞു സതീശൻ അവിടെ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്തു, ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും ശേഷം ഇതിനിടയിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുഴുവൻ പറയണമെങ്കിൽ നമ്മൾ 1, 2, 3 ദിവസം ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇതിനെല്ലാത്തിനും ശേഷം ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ പിണറായി വിജയൻ ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിക്കുമ്പോൾ നേരത്തെ മുതൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണമാണ്. അദ്ദേഹം ഗുരുജി ഗോൾവാൾക്കറുടെ ഒരു ചടങ്ങിൽ ചെല്ലുകയും അവിടെ 90 ഡിഗ്രി വളഞ്ഞ് നിലവിളക്ക് കത്തിക്കുകയും ചെയ്തു. വളയാതെ എന്തായാലും നിലവിളക്ക് കത്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഡിഗ്രി വളഞ്ഞതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ വളഞ്ഞുകൊണ്ട് നിലവിളക്ക് കത്തിക്കുകയും ചെയ്തു. അത് 2006 സംഭവിച്ചിട്ടുള്ള സംഭവമാണ്. അത് ഏറ്റവും ഒടുവിൽ RV ബാബു എന്ന് പറയുന്ന മറ്റേ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ നേതാവായിട്ടുള്ള അദ്ദേഹം തന്നെ ഇത് പുറത്തുവിടുകയും ഇത് VD സതീശൻ ഞങ്ങളോട് 2 തെരഞ്ഞെടുപ്പുകളിൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യമുണ്ടായപ്പോൾ തന്നെ VD സതീശൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത്, ഒറ്റടിക്ക് അദ്ദേഹം പറയുന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല എന്നാണ്. എന്തിനാണ് അത്തരമൊരു കാര്യം പറയുന്നത്? ഇപ്പം ചില ആളുകൾക്ക് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് അദ്ദേഹം അത് ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ലാതെ ഓർത്തെടുത്ത് സമയമെടുത്ത് സാവകാശം എടുത്ത് പറഞ്ഞാൽ മതി. അല്ലാതെ ഇപ്പോൾ നിങ്ങളെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഫോട്ടോ എടുത്തതെന്ന് നമ്മൾ അടൂർ പ്രകാശിനോട് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടേ പോകാൻ പറ്റുമെന്ന് നമ്മളാരും നിർബന്ധിച്ചില്ല. അപ്പോൾ സതീശനോട് അതുപോലെ നിർബന്ധിച്ചില്ല. സതീശൻ പക്ഷേ ഒറ്റയടിക്ക് തന്നെ അതങ്ങനെ റിജക്റ്റ് ചെയ്യുകയും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് പറയുകയും ചെയ്തു. എന്തിനാണ് ഈ അബദ്ധമൊക്കെ പറയുന്നത്? അപ്പോൾ അത് എന്ത് ചെയ്തു, അതങ്ങനെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അത് യഥാർത്ഥത്തിൽ ആ 2006 ഉണ്ടായിട്ടുള്ള സംഭവത്തെ അദ്ദേഹം ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. 2013 പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അവിടെ ചെന്നത് എന്ന് പറഞ്ഞു. അത് തെറ്റായിരുന്നു. പുസ്തക പ്രകാശനത്തിലല്ല, അതിനു മുമ്പുള്ള ഒരു ചടങ്ങിനാണ്. പുസ്തക പ്രകാശനത്തിൽ അന്ന് VS അച്യുതാനന്ദൻ കൂടി പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. VS അച്യുതാനന്ദൻ അവിടെ പോയിരുന്നു, പക്ഷേ RSSൻ്റെ നയങ്ങളെ നഖശികാന്തം എതിർക്കുന്ന ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇനി VD സതീശൻ ചെന്ന് അതുപോലെ തന്നെ പ്രസംഗിച്ചോന്നറിയില്ല. പുസ്തക പ്രകാശനത്തിലൊക്കെ ചെല്ലുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ 2 ഇൻസിഡൻറ്റുകളെയും തമ്മിൽ അദ്ദേഹം എന്ത് ചെയ്തു, മനഃപൂർവ്വം ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാത്തിനും ശേഷം വീണ്ടും അദ്ദേഹം ഇതിൽ കിടന്ന് ഉരുളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഈ ഫോട്ടോ ഞാനങ്ങനെ ചെന്നിരുന്നു, എനിക്കന്നൊരു തെറ്റ് പറ്റിയതാണ്, നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, ഞാനത് വേണ്ടത്ര ജാഗ്രത എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നേരത്തെ പോയിട്ടുണ്ട്, വേറെ ആളുകൾ പോയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വിട്ടുകളയാം. ഇങ്ങനെ 150 കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വിട്ടുകളയാം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം തലേ ദിവസം രാത്രി പെട്ടെന്നുള്ളൊരു വികാരത്തള്ളിച്ചയിലായിരിക്കാം അദ്ദേഹം സാധാരണ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല. ശിവൻകുട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവനൊക്കെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. നമ്മുടെ കുട്ടികളോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. കുട്ടികളുടെയൊക്കെ ഒരു ഗതികേടെന്ന് ആലോചിക്കണം. ഇവനൊക്കെയാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ട് പറയുന്നത്, ഞാനൊരിക്കലും ശിവൻകുട്ടിയെ അവനിവനെന്നൊന്നും വിളിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ വിളിക്കുന്ന ഒരാളല്ല, എനിക്കറിയാം ഞാൻ എവിടെ വരെ പോയിട്ടുണ്ടെന്ന്, പക്ഷേ ഞാൻ കുറച്ച് അതിരുവിട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷേ ഞാൻ അവനിവനെന്ന് വിളിച്ചിട്ടില്ല എന്നാണ്. എന്തൊക്കെയാണ് എൻ്റെ പൊന്നു VD സതീശൻ പറയുന്നത്? ഈ ക്യാമറകളുടെ കാലത്ത്, ഇവിടെ ബൈറ്റുകൾ ആളുകൾ എടുത്തു വെക്കുന്ന ഒരു കാലത്ത്, ഈ പറഞ്ഞ ടെലിവിഷൻ ജേർണലിസത്തിൻ്റെയൊക്കെ കാലത്ത് കൃത്യമായിട്ട് ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം താങ്കൾക്ക് വേണ്ട. ഇല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യും. താങ്കളുടെ കൂടെയുള്ള സ്റ്റാഫുകളുടെ ഇൻഎഫിഷ്യൻസി ആയതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്തരം കിട്ടുന്ന അഡ്വൈസുകൾ എന്ത് ചെയ്യുന്നത്, താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കാം. ഓക്കെ, ഇതൊക്കെ പോട്ടെ എന്ന് വിചാരിക്കും. ഇനി അടുത്തൊരു കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട്. ഏറ്റവും വലിയ വിഷയമാണത്. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ നമ്മുടെ കേരളം തന്നെ വിറങ്ങലിച്ചു പോയ, ഈ നമ്മളൊക്കെ ജീവിതകാലത്ത് നമ്മളാകെ ഞെട്ടിപ്പോയിട്ടുള്ളൊരു സംഭവമാണ്. 400 വീടുകൾ അങ്ങോട്ട് ഒലിച്ചു പോവുകയും ഒരു സുപ്രഭാതത്തിൽ അവരുടെ രേഖകളില്ലാതാവുകയും വീടെവിടെയുള്ള എന്ന പോലെ അറിയാതിരിക്കുകയും ചെയ്ത നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളൊരു പ്രകൃതി ദുരന്തമാണത്.
ആ പ്രകൃതി ദുരന്തത്തിൽ അദ്ദേഹം പറഞ്ഞ വീട് പണിത് കൊടുക്കാമെന്നുള്ളത് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനുവേണ്ടി മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ആ വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് എത്ര പണം പിരിച്ചു എന്നുള്ള ഒരു കണക്ക് ഇവർ ഇതേപോലെ പറഞ്ഞിട്ടില്ല. അത് പോട്ടെ, ഈ കണക്ക് ഇവർ പറയില്ല എന്നുള്ളത് അതിൽ മാധ്യമങ്ങളടക്കം കുറ്റവാളികളാണ്. ഞാനത് സംബന്ധിച്ച് മാത്രം വേറൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ അത് പോട്ടെ. അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമി തരും എന്നാണ്, ഗവൺമെൻറ് തരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇതേ വർത്താനം പറയുന്ന ഒരാളെ ഞാൻ കണ്ടത് കഴിഞ്ഞ ദിവസം അഖിൽ മാരാരാണ്. അതായത് ബിഗ് ബോസിലൊക്കെ കിടന്ന് വേളാങ്കിച്ചിട്ടുള്ള ഇപ്പം 2020 സ്ഥാനാർത്ഥിയെ തൃക്കാക്കരയിൽ മത്സരിക്കുന്ന അഖിൽ മാരാർ ഇതുപോലെ ഞാനൊരു വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട് എവിടെയെന്ന് ചോദിച്ചാൽ പറയാണ്, ഞാൻ പറഞ്ഞു, യൂസഫ് അലി പറഞ്ഞു, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു, ഇതുപോലെയുള്ള ആരും വെച്ചു കൊടുത്തിട്ടില്ല. കാരണം ഗവൺമെൻറ് ഭൂമി എന്നാൽ വെച്ചു കൊടുക്കാമെന്നാണ്. പിന്നെ ഗവൺമെൻറ് ഇവർക്ക് ഭൂമി കൊടുക്കാൻ നിൽക്കുകയല്ലേ വെച്ചു കൊടുക്കാനായിട്ട്. അന്ന് ഇവരെല്ലാവരും പറഞ്ഞിരുന്ന വാചകം എന്താ, ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പണം കൊടുക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല, അതുകൊണ്ട് എന്താണ് അത് ഇവർ പറ്റിച്ചെടുക്കും, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് കൊടുക്കാമെന്നാണ്. വെറുതെ വാത്തള്ളടിക്കുന്ന പോലെയല്ല 10-20 ലക്ഷം രൂപയുടെ വീട് കൊടുക്കുന്നത്. അത് കൊടുക്കാഞ്ഞിട്ടാണ് ഈ ന്യായീകരണം പറയുന്നത്. ഏതാണ്ട് ഈ അഖിൽമാരുടെ നിലവാരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് താണു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഭൂമി തരുമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായിട്ടുള്ള സൗണ്ട് ബൈറ്റ് ഉണ്ട്. ഭൂമി ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ വീട് പണിയും എന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ പിരിച്ച പണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടില്ല, കാശ് എത്രയാണെന്നറിയില്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജനത്തിനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അത്രമാത്രം വലിയ കാര്യമായിട്ട് നമ്മളെ മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നില്ല. കൂടാതെ നിങ്ങൾ പറയുന്നത് ഭൂമി ഗവൺമെൻറ് തരുമെന്ന് വിചാരിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ നിങ്ങൾ വെറുതെ വിചാരിച്ചെങ്കിൽ പോലും ഗവൺമെൻറ് ഇത്തരത്തിൽ സ്പോൺസേഴ്സിൻ്റെ എല്ലാവരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും ആ മീറ്റിങ്ങിൽ പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുക്കുകയും ചെയ്തു. ആ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ വെച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഭൂമി ഒരിക്കലും ഗവൺമെൻറ് കണ്ടെത്തി നിങ്ങൾക്ക് തരാൻ കഴിയില്ല, പകരം ഞങ്ങൾ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് പണിയാനാണ് ഉദ്ദേശിക്കുന്നത്, ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തില്ല, കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. സുധാകരനൊക്കെ അന്ന് രമേശ് ചെന്നിത്തല കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള ലെവലിൽ പോലും സംസാരിച്ച ഒരാളാണ് അന്നത്തെ KPCC പ്രസിഡന്റ്. പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെ ഒരു നുണ പറഞ്ഞു. എന്താണ്, ഭൂമി ഗവൺമെൻറ് തരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്, അതുകൊണ്ട് വൈകുന്നതാണ്. അല്ല, താങ്കൾ തന്നെ ഭൂമി ഞങ്ങൾ മേടിച്ച് പണിയുമെന്ന് പറയുന്ന ബൈറ്റുണ്ട്. രണ്ടാമത്തെ, ഇതുപോലെ യോഗത്തിൽ വെച്ച് താങ്കൾ കൃത്യമായി അതിൻ്റെ മിനിറ്റ്സ് ഉണ്ട്. ആ യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഗവൺമെൻറ് ഇത് പറഞ്ഞത് താങ്കളടക്കം അംഗീകരിച്ചതിൻ്റെ തെളിവുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, പെട്ടെന്നൊരു ദിവസം അദ്ദേഹം പറയുന്നത്, തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നപ്പോൾ ഇതുപോലെ തലവേദനയാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടെയും കണ്ട് ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയത് തന്നെ വേറെ പല തലവേദനകളുണ്ട് കേട്ടോ. കാരണം ആന ഇറങ്ങുന്ന ഭൂമിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആന ഇറങ്ങുന്ന മെയിൻ റോഡിന് 200 മീറ്റർ അകലെയാണെന്നാണ് ഇവർ പറയുന്നത്. മെയിൻ റോഡിന് 200 മീറ്ററിലൊക്കെയാണ് ആനയൊക്കെ ഇറങ്ങുന്നത്. അവിടെ ആന ഇറങ്ങുന്ന ഭൂമിയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അവിടെ പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊരു കല്ലിട്ടു. ആ കല്ലിട്ടത് നമുക്ക് സഹിക്കാം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പണി തുടങ്ങി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വയനാടിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു 4-5 തവണ അദ്ദേഹം വാക്കുമാറ്റി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം പറയുന്നത് അവിടെ പണി തുടങ്ങി എന്നുള്ളതാണ്. ആ പണി തുടങ്ങി എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ചാനലുകൾ ചെന്നു. അവരെല്ലാവരും കാണിച്ചപ്പോൾ ഒരു പണിയും തുടങ്ങിയിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അവിടെ മെറ്റൽ അടിച്ചിട്ടിരുന്നു റോഡ് പണിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം പറയുന്നത് മെറ്റലൊക്കെ അടിച്ചിട്ടില്ല, അത് പണി ഞങ്ങൾ തുടങ്ങാൻ പോണെന്നാണ്. എന്തൊക്കെ അസംബന്ധ നാടകങ്ങളാണ് പറയുന്നത് എന്നുള്ളത് ഈ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട VD സതീശൻ താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ ഓഫീസ് കൃത്യമായി വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലമല്ല. കാരണം ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു കാലമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഈ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം, UK പ്രധാനമന്ത്രിയായിരുന്ന കേരളത്തിൽ നിന്ന് ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തിയുടെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ള നമുക്കറിയുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ടായത് എന്താണ് എന്നുള്ളത് സതീശൻ്റെ കൂടെയുള്ളവരൊക്കെ പഠിക്കേണ്ടതാണ്. ആ പഠിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു സ്നീക്കേഴ്സ് ഇട്ട്, അതായത് അഡിഡാസിൻ്റെ സ്നീക്കേഴ്സ് ഇട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു യോഗത്തിന് വന്നു എന്നുള്ളതാണ്. ആ യോഗത്തിന് വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലും വലിയ തോതിലുള്ള ചർച്ചയായി മാറി. കാരണം ഋഷി സുനക്ക് വലിയ സമ്പന്നനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായി ജീവിതം തുടങ്ങിയ വലിയ സമ്പന്നനായിട്ടുള്ള ഒരു വ്യവസായിയാണ് ഋഷി സുനക്ക്. ആ ഋഷി സുനക്ക് അത്തരത്തിലുള്ളൊരു വ്യവസായിയായിട്ടുള്ള ഒരാൾ വെറും ചീപ്പാണ്, ഞാൻ വളരെ ലാളിത്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്നീക്കേഴ്സ് ഇട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്
വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവിടെ പ്രതിഷേധം നടന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ആളുകൾ, പ്രത്യേകിച്ചും ഒരു അനിഷ്ടം കൂടി ഉണ്ടെങ്കിൽ, ഇഷ്ടക്കേടുകൾ കൂടി ഉണ്ടെങ്കിൽ അതിവിടെ കൃത്യമായി ആളുകൾ പ്രചരിപ്പിക്കും എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അത് ഞാനിപ്പോൾ ഒരു ഋഷി സുനക്കിൻ്റെ മാത്രം ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള നൂറുകണക്കിന് എക്സാമ്പിൾ ഉണ്ട്. ഋഷി സുനക്കിൻ്റെ ഈ കാര്യം തന്നെ ഞാൻ നേരത്തെ മറുനാടൻ മലയാളിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാഫ് താങ്കളുടെ കൂടെയില്ല. അത്തരത്തിലുള്ള ആളുകളെ താങ്കളുടെ കൂടെ വേണ്ടതാണ്. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പരമ അബദ്ധങ്ങൾ പറ്റുകയും ഏതാണ്ട് കേരളത്തിൽ താങ്കൾ ഈ പറയുന്ന പോലെ നുണകളുടെ ഒരു രാജകുമാരനാണ് അല്ലെങ്കിൽ രാജാവാണ് എന്ന് അറിയപ്പെടുകയും ചെയ്യും എന്ന് ഖേദത്തോടു കൂടി പറയട്ടെ. കാരണം അങ്ങനെ അറിയപ്പെടേണ്ടതല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ചും എനിക്ക് കണക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർത്ത് കളയുന്ന കാര്യങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത്.